ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഹാരം. അപ്പം നമ്മൾ ലച്ചുവിൻ്റെ ഒരു ഡേ ആയിട്ടോ കാണാൻ പോകുന്നത്. അപ്പോൾ ഇത് സമയം 8:07 കേട്ടോ. അപ്പോൾ ഇന്ന് ക്ലാസ് ഒന്നുമില്ല, അപ്പോൾ നല്ല ഉറക്കമാണ്. പക്ഷേ നമ്മൾ അമ്പാടി നീട്ടിട്ടുണ്ട്. അമ്പാടി എണീറ്റപ്പോൾ ലച്ചുവിനോട് എണീക്കാൻ പറയണ ഇന്ന് കുറച്ച് പരിപാടികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ആയിട്ട് അവളോട് നേരത്തെ എണീക്കാൻ പറഞ്ഞ കേട്ടോ. അപ്പം ഹായ് ഒക്കെ തന്ന് അപ്പം അമ്പാടി ഇത് അവൾ കാട്ടുന്ന പോലെ എന്തും അവളുടെ കോപ്പി പേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അത് അവനും ഒരു ഹായൊക്കെ തന്ന് എന്നെ ലച്ചു എണീപ്പിച്ചിട്ടാം. അപ്പോൾ അവൾ എണീറ്റപ്പോൾ ഞാൻ അമ്പാടിനോട് വാ നമുക്ക് എണീക്ക് വായു പറഞ്ഞപ്പോൾ വരുന്നില്ല. അവൻ്റെ ആനക്കുട്ടീനായിട്ട് അവൻ കളിക്കുക കേട്ടോ. ഈ ആനക്കുട്ടി അവൻ്റെ കയ്യിൽ എപ്പോഴും ഉണ്ടാവും. ഭയങ്കര ഇഷ്ടം ആനക്കുട്ടീനെ. അങ്ങനെ കുറച്ച് നേരമൊക്കെ കുറുമ്പൊക്കെ ആയിട്ട് ഇന്ന് നല്ല ഇതാക്കി. അങ്ങനെ രാവിലെ ചായ കുടി ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ അമ്പലത്തിൽ പോവുകയാണേ. അമ്മയും ഞാനും ലച്ചും പിന്നെ ഞങ്ങളടുത്തുള്ള ലീലയെടുത്തിന്ന് ഒരാൾ ലീലച്ചമ്മ എന്നാട്ടോ വിളിക്കല്. അങ്ങനെ ഞങ്ങൾ അമ്പലത്തിലെത്തി തൊഴുതിറങ്ങിയൊക്കെ ചെയ്ത് കേട്ടോ. അങ്ങനെ അവിടെ നിന്ന് അമ്പലത്തിൽ പ്രതിഷ്ഠാദിനാണ്. അപ്പോൾ ഞങ്ങൾ ഒരു 11 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ. അങ്ങനെ അവിടെ അന്നദാനവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അന്നദാനത്തിന് വേണ്ടിയിട്ട് വരി നിൽക്കുകയാണ് കേട്ടോ. നല്ല തിരക്കുണ്ട്. അങ്ങനെ ഫൈനലി ഞങ്ങൾക്ക് സീറ്റ് കിട്ടി. അങ്ങനെ ഞങ്ങൾക്ക് ഇതാ സദ്യയൊക്കെ നല്ല അടിപൊളി സദ്യയൊക്കെ ആയിരുന്നു കേട്ടോ. എൻ്റെ ഡാൻസ് ക്ലാസ് താന്നൂരാണ്. അപ്പോൾ ഞങ്ങൾ അവിടുത്തെ കുറച്ച് നേരമായിട്ടുണ്ടായിരുന്നു. ഇവിടെ എല്ലാം പഠിപ്പിക്കുന്നുണ്ട് കേട്ടോ. ഡാൻസും ചിത്രകലയും ഡ്രംസും എല്ലാം ഉണ്ട്. തബലൊക്കെ ഉണ്ട് പഠിപ്പിക്കുന്നത് കേട്ടോ. വയലിനും ഗിറ്റാറും എല്ലാം ഇവിടെ പഠിപ്പിക്കുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ ഡാൻസ് ക്ലാസ്സൊക്കെ കഴിഞ്ഞിറങ്ങി ഞങ്ങൾ ബസ്സിലാണ് കേട്ടോ. ഇത് ഞാൻ കുറച്ച് മുന്നേ എടുത്ത് വെച്ച വീഡിയോ ആണ്. എഡിറ്റ് ചെയ്യാൻ ടൈം കിട്ടാത്ത കാരണം പെൻഡിങ്ങിൽ വെച്ചതായിരുന്നു. അതൊന്ന് ഇപ്പോൾ അപ്ലോഡ് ചെയ്യണേ. അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തിയതിൻ്റെ ശേഷം അപ്പം തന്നെ ഞങ്ങളുടെ നാട്ടിൽ അർബൻ കോപ്പറേറ്റീവ് ബാങ്കിൻ്റെ ഉദ്ഘാടനമൊക്കെ ആണ്. അപ്പം അതിന് വേണ്ടി ഞങ്ങളെല്ലാവരും വന്നതാണ് കേട്ടോ. അവിടുന്ന് ഞങ്ങൾക്ക് കഴിക്കാൻ സ്വീറ്റ്സും കാര്യങ്ങളൊക്കെ കിട്ടി. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ വീട്ടിൽ വന്നു. നേരെ ആദവനാട് പോകാം കേട്ടോ. എൻ്റെ വീട്ടിൽ പോവാണേ. ഇന്ന് പെട്ടെന്നൊരു വിസിറ്റ് അത്രയേ ഉള്ളൂ. അപ്പോൾ ഞങ്ങളിതാ ഞാൻ ആദവനാടേക്ക് എത്തി. അങ്ങനെ എത്തി കഴിഞ്ഞ് ഇതൊരു സ്ഥിരം കാഴ്ചയാണ് കേട്ടോ. രാഗേഷേട്ടൻ്റെ മേത്ത് കയറിയിരുന്ന ഈ വിക്രസ് ഇവരുടെ സ്ഥിരം പരിപാടിയാണത്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളുടെ ഇങ്ങനെ നിന്നപ്പം പെട്ടെന്ന് രാഗേഷേട്ടനൊരു സർപ്രൈസ് ഗിഫ്റ്റ് കൊടുത്താണ് കേട്ടോ. രാഗേഷേട്ടൻ്റെ ബർത്ത്ഡേ 2-4 ദിവസം മുന്നേ ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ പെട്ടെന്ന് രാഗേഷേട്ടനൊരു കേക്കൊക്കെ സർപ്രൈസായിട്ട് ചെയ്യുന്നു കേട്ടോ. എൻ്റെ നാത്തൂന് കേക്കൊക്കെ ഉണ്ടാക്കും. അപ്പോൾ ഞങ്ങൾ കേക്കൊക്കെ ഞാൻ അവളോട് വിളിച്ച് പറഞ്ഞ് കേക്കൊക്കെ ഉണ്ടാക്കാൻ പറഞ്ഞിരുന്നു. കേക്കൊക്കെ കൊടുത്ത് കേക്ക് കട്ടിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടോ. ഭയങ്കര സർപ്രൈസായി പോയി രാഗേഷേട്ടൻ തന്നെ പെട്ടെന്ന്. അങ്ങനെ കേക്കൊക്കെ കിട്ടിയപ്പോൾ അത് അമ്മാടി പറയണേ എനിക്ക് കേക്ക് വേണം ഈ പ്ലേറ്റിലേക്ക് വെക്കാനൊക്കെ പറയാം കേട്ടോ. അങ്ങനെ ഞങ്ങൾ കേക്ക് കഴിക്കലൊക്കെ കഴിഞ്ഞ് ചായ കുടിച്ച് ഞങ്ങൾ കുറച്ച് നേരം കടയിൽ നിന്ന് വർത്താനൊക്കെ പറഞ്ഞതിന് ശേഷം ഞങ്ങൾ 2-3 റീൽസ് എടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഷോർട്സ് എടുക്കാൻ വേണ്ടിയിട്ട് പോയിട്ടോ. ഷോർട്സൊന്നും അങ്ങനെ ഷോർട്സൊക്കെ എടുക്കലതിന് ശേഷം ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വന്നു. ഇന്ന് ചപ്പാത്തിയും അടിപൊളി ചിക്കൻ കറിയൊക്കെ ആയിരുന്നു. അപ്പോൾ അതൊക്കെ കഴിച്ച് കുറച്ച് ചിക്കൻ കറി പറഞ്ഞുതരും രാഗേഷേട്ടാ. പാച്ചിലായിരുന്നു രാവിലെ തൊട്ടിട്ട് തന്നെ.
അപ്പോൾ നമ്മുടെ ചാനൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം, എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. പിന്നെ ഇത്രയൊക്കെ ഉള്ളൂ. ഇട്ടുള്ളൂ. ബൈ.